കടം കൊണ്ട് വലയുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ നമുക്കിടയിൽ. ഒരു സഹോദരിയുടെ കമൻറ്റ് കണ്ടു, ഉസ്താദേ കടക്കണിയിൽ പെട്ടിട്ട് എൻ്റെ ഭർത്താവ് വീട് വിട്ടുപോയി, എവിടെയാണുള്ളത് എന്ന് പോലും അറിയാൻ പാടില്ല, വിളിച്ചിട്ട് നാളുകളേറെയായി, ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് ജീവിക്കണം, കടങ്ങളൊന്ന് വീടാൻ പറ്റിയിരുന്നെങ്കിൽ. അധ്വാനിക്കണം, അധ്വാനം ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. എത്ര അധ്വാനിച്ചാലും കടം വീടണമെങ്കിൽ റബ്ബുൽ ആലമീൻ തന്നെ തീരുമാനിക്കണ്ടേ. നമ്മുടെ അധ്വാനങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഇന്ന് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസ്റിന് മുമ്പായി ഒരു മനോഹരമായ സൂറത്ത് മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ഓതിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്കൊന്ന് കൈ ഉയർത്താൻ പറ്റുമോ? അവൻ നിങ്ങളുടെ കടം വീട്ടിത്തരും, അവൻ കടം വീട്ടിത്തരും, ഉറപ്പാണ്. ഏതാണ് ആ സൂറത്ത്? അതിൻ്റെ വിശദീകരണം എങ്ങനെയാണ്? നമുക്കൊന്ന് പഠിക്കണ്ടേ. ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? അല്ലേ? എവിടെ ഈ പുണ്യം നിറഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഒരു പുഞ്ചിരിയോടുകൂടെ അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കടം വലിയൊരു പ്രശ്നമാണ് അല്ലേ? കടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല. കടക്കണിയിൽ പെട്ടുപോയി, ജപ്തിയുടെ വക്കീലാണ്. ആ സഹോദരിയുടെ കമൻറ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവരുടെ ഭർത്താവ് വീട് വിട്ടുപോയി, കടക്കാരെ പേടിച്ചിട്ട് കടം തന്ന ആളുകൾ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, നാണം കെട്ടുപോകുന്നൊരവസ്ഥ. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് മനോഹരമായൊരു സൂറത്ത് പഠിക്കാം. ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം അസ്റിന് മുമ്പായി നിങ്ങൾക്ക് ഒരു തവണയാണെങ്കിൽ മനസ്സറിഞ്ഞ് ഒരു തവണ ഓതുക. ഇനി ഒരു തവണയിൽ കൂടുതൽ ഓതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെറിയ സൂറത്താണ് പല ആവൃത്തി ഓതിയിട്ട് അള്ളാഹിൻ്റെ മുമ്പിലേക്കൊന്ന് കൈ ഉയർത്തി നോക്ക്. കടം അള്ളാഹു വീട്ടിത്തരും. ആര് വീട്ടിത്തരും? അള്ളാഹ് വീട്ടിത്തരും. ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഓതിക്കഴിഞ്ഞാൽ 3 വളരെ പ്രാധാന്യമുള്ള കാര്യം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നാമത്തെ മഹത്വം എന്ന് പറയുന്നത്, ഈ സൂറത്ത് പതിവാക്കുന്ന ഒരു മനുഷ്യന് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല. ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല. ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന വല്ലൊരു സംഗതി ഉണ്ടോ? എത്ര മനുഷ്യന്മാരാണല്ലേ ഒരു ഗതിയില്ലാതെ പ്രയാസപ്പെട്ട് പാവങ്ങൾ, മക്കളെ കെട്ടിക്കാനും വഴിയില്ലാതെ പള്ളിയുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നവർ, രോഗമാണ് ചികിത്സക്ക് വഴിയില്ലാതെ ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്നവർ. അള്ളാഹുവേ അത്തരമൊരവസ്ഥ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല തമ്പുരാനെ, അള്ളാഹു കാവൽ നൽകട്ടെ. അപ്പോൾ ഈ സൂറത്ത് പതിവാക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു അത്തരം അവസ്ഥയിൽ നിന്ന് കാവൽ തരും എന്നാണ്. ഡെയിലി ഒരു തവണ നമുക്കൊന്ന് ഓതാൻ പറ്റൂലേ? ചെറിയ സൂറത്താണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വലിയ വിദേശത്ത് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ബിസിനസ്മാൻ പെട്ടെന്ന് ശരീരത്തിൽ ഒരു ക്യാൻസർ വന്നു. പലയിടങ്ങളിൽ ശരീരത്തിൽ ട്യൂമർ ബാധിച്ചു. സൂപ്പർ മാർക്കറ്റുകൾ ഒന്നൊന്നായി വിറ്റു, നാട്ടിലേക്ക് വന്നു. ചികിത്സ തേടുന്നതിനിടക്ക് അവസാനമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പണ്ട് എൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ടാവുമായിരുന്നു, ഇന്ന് ആരുമില്ല എൻ്റെ കൂടെ, ഇന്നാരുമില്ല. ഇന്ന് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ സൗജന്യത്തിനായി ഞാനിങ്ങനെ കാത്തു നിൽക്കണം, അവർ പറഞ്ഞയക്കുന്ന ഓട്ടോറിക്ഷയിൽ കയറി എനിക്ക് പോകണം. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ എപ്പോഴാണ് ഈ തന്ന അനുഗ്രഹങ്ങൾ എടുത്തു കളയാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹുവിന് അത്ര സമയം വേണം അതൊക്കെ എടുത്ത് കളയാനായിട്ട്? എത്ര നേരം വേണം അല്ലേ? എല്ലാം നമുക്ക് തന്ന റബ്ബിന് നമ്മളെ ഒന്നുമില്ലാത്തവരാക്കാനായിട്ട് ഒരുപാട് നേരം വേണോ? വേണ്ടല്ലോ. ആ റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ നന്ദിയുള്ള അടിമയായി അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് ഒരു തവണയൊന്ന് ഓതി നോക്കിയേ. ഇന്ന് അസ്റിന് മുമ്പ് പല ആവർത്തി നമുക്കൊന്ന് ഓതാം അല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കടങ്ങൾ വീട്ടിത്തരും, തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തൊരു മഹത്വം എന്ന് പറയുന്നത്, മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇവിടെ പറയാൻ പറ്റും. ഈ സൂറത്തിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് ഒരാൾ ഓതുകയാണെങ്കിലേ സമാധാനമാണെന്നേ, മരിക്കാൻ നേരത്ത് സമാധാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിച്ചങ്ങ് പോവാം. ശൈത്താൻ ഇങ്ങനെ അവൻ്റെ വെള്ളം കുടിപ്പിക്കാനായിട്ട് വരുമ്പോൾ അത് തട്ടിത്തെറിപ്പിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ കഴിയണത് അള്ളാഹുവിൻ്റെ വലിയ വലിയ മഹത്വം ലഭിച്ച നല്ല അടിമകൾക്കാണ്. അത്തരം അടിമകളിൽ ഉൾപ്പെടാൻ ഈ സൂറത്തിൻ്റെ പാരായണം കാരണമാകും. മൂന്നാമത്തേത് ഖബറാണ്. ഖബറിൽ സന്തോഷം. ഒന്നുകിൽ ഖബറിൽ സ്വർഗീയ അനുഭൂതിയാണ്, അല്ലെങ്കിൽ നരകത്തിൻ്റെ പ്രയാസങ്ങളാണെന്നൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമല്ലേ? സ്വർഗീയ അനുഭൂതിയാണെങ്കിൽ ഒരു പുതുമണവാളനെ പോലെ കിടന്നുറങ്ങാം, അല്ലെങ്കിലോ
ഭീകരരൂപികളായി മാലാഖമാർ, അതിഭീകരമായ അദാബുകൾ, ഇതൊക്കെ കാത്തിരിക്കുന്ന ഇടാണ് ഖബർ എന്ന് പറയുന്നത്. അവിടെ രക്ഷയാണ്. ഡെയിലി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അന്വർത്ഥമാകുന്ന നിലയിൽ ഈ സൂറത്ത് ഒരു തവണ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റിയാൽ ഏതാണ് ആ സൂറത്ത്? സിമ്പിളാണ്. സൂറത്തു തക്കാസുർ, അൽഹാക്കുമു തക്കാസുർ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ചെറിയൊരു സൂറത്താണത്. നമുക്കതൊന്ന് ഓതണം, അതിൻ്റെ വിശദീകരണം പഠിക്കണം അല്ലേ? 921 കാലത്തിൽ ഒരു മനുഷ്യൻ ബേർലിനിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു ട്രെയിൻ കയറുമ്പോൾ അദ്ദേഹം എല്ലാവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരും ഒരു ടെൻഷൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനം നിറഞ്ഞ അന്തരീക്ഷം അദ്ദേഹത്തിന് കാണാൻ പറ്റണില്ല. അദ്ദേഹം ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും എങ്ങടെ ഓടുന്നേ? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഈ ഓട്ടം എവിടെ ചെന്ന് അവസാനിക്കും? അദ്ദേഹം ഇങ്ങനെ ചിന്തയിലാണ്ട് ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്നു, വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു പേപ്പറിൻ്റെ ഒരു കഷ്ണം, ഫുഡ് പാർസൽ വന്നു കഴിയുമ്പോൾ ഒരു പേപ്പറിൻ്റെ കഷ്ണം കിട്ടുന്നത്. അതിലിങ്ങനെ 2 ഖുർആനിൻ്റെ ആയത്തുകളുടെ ആശയം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത് അല്ലേ? അൽഹാകുമുത് തകാസുർ, നീ ഇതെങ്ങനെയാ പെരുമ നടിച്ച് എങ്ങോട്ടാ പോണേ? എതുവരെ നീ പെരുമ കാണിക്കും? ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ച് എതുവരെ നീ പോവും? ഹത്താ സുർതുമുൽ മഖാബിർ, പള്ളിക്കാട്ടിൽ വരെ, നിൻ്റെ മരണം വരെ നീ പൊങ്ങച്ചം കാണിക്കുള്ളൂ. ഇത് അദ്ദേഹത്തിന് വലിയൊരു വഴിത്തിരിവായിരുന്നു. പിന്നീട് ഇസ്ലാമിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആ മനുഷ്യൻ മുഹമ്മദുൽ അസദ് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ദ റോഡ് ടു മക്ക എന്ന് പറയുന്നൊരു പുസ്തകമൊക്കെ ഉണ്ട്, വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ്. അപ്പോൾ ഏറെ ചിന്തിപ്പിക്കുന്നൊരു സൂറത്തും കൂടെയാണ് സൂറത്തു തക്കാസുർ എന്നാണ് ഈ പറയുന്നത്. നമുക്കൊന്ന് ഓതിയാലോ? ആദ്യം നമുക്കൊന്ന് ഓതാം, എന്നിട്ട് അതിൻ്റെ ആശയം ചെറിയ നിലക്ക് നമുക്കൊന്ന് മനസ്സിലാക്കി പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. എന്താണ് പറഞ്ഞത്? അൽഹാകുമുത് തകാസുർ, നിങ്ങൾ പൊങ്ങച്ചം നടിക്കാണോ? പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ ഓടുകയാണോ? നിങ്ങളുടെ മനസ്സിലുണ്ട് എൻ്റെയൊക്കെ ഒരു വീട്, ഞാൻ അല്ലേ, ഞാനങ്ങനെ മോശപ്പെട്ട ആളൊന്നുമല്ല, എനിക്കിതുണ്ട്, ഒരു ഞാനെന്ന ഭാവം, ഇതും കൊണ്ട് നീ ഓടുകയാണോ? എതുവരെ ഓടും മോനെ? ഹത്താ സുർതുമുൽ മഖാബിർ, നിന്നെ സിയാറത്ത് ചെയ്യപ്പെടുന്നത് വരെ, നിന്നെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കിയിട്ട് നിന്നെ സിയാറത്ത് ചെയ്യുന്നൊരവസരം ഉണ്ടല്ലോ, അതുവരെ ഉള്ളടാ നിൻ്റെ ഓട്ടം. അതിലപ്പുറമൊന്നും നിനക്ക് ഓടാൻ പറ്റൂല, അതുവരെ ഓടുള്ളൂ. കല്ലാ സൗഫ തഅലമൂൻ. കല്ലാ, നിർത്തിക്കോ, പരിപാടി നിർത്തിക്കോ, വേണ്ട. പിന്നീട് നീ അതിൻ്റെ ഫലം അനുഭവിക്കും, നീ അറിയും. നീ സമയം ഇങ്ങനെ വേസ്റ്റാക്കി കളയല്ലേ, ഇങ്ങനെ അഹങ്കാരവും പൊങ്ങച്ചവും കാണിച്ച് നടക്കല്ലേ. ഇത് നമ്മുടെ നിസ്കാരം പോലും ശരിയാക്കൂല നീ പൊങ്ങച്ചം ഉണ്ടെങ്കിൽ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ അള്ളാഹു വലിയവനാണ്, ഏറ്റവും വലിയവനാണെന്ന് പറയുമ്പോഴും നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ ബിസിനസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലുത് നമ്മളാ. മോൻ ഇതൊക്കെ തിരിച്ചടിക്കും. അതുകൊണ്ട് തന്നെ കല്ലാ സൗഫ തഅലമൂൻ, ഇതൊക്കെ തിരിച്ചടിക്കുന്ന ഫലം അനുഭവിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇത് പ്രത്യേകിച്ച് മരണത്തിൻ്റെ സന്ദർഭം. ഈ സമയമൊക്കെ വേസ്റ്റാക്കുന്നവൻ്റെ മരണം ഒരു മുള്ളുവേലിയിൽ തുണി കൊളുത്തിയിട്ട് ഇങ്ങനെ വലിക്കുന്നത് പോലെ മലക്കുൽ മൗത്ത് വലിച്ച് പറിച്ച് അതികഠിനമായ വേദനയോടുകൂടെ റൂഹം കൊണ്ടുപോകുന്നൊരവസ്ഥ. അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ثم كلا لو تعلمون علم اليقين. അതടുത്തായിട്ട് അതിനു മുമ്പ് ثم كلا سوف تعلمون. അപ്പോൾ കല്ലാ സൗഫ തഅലമൂൻ, തീർച്ചയായും അവൻ ഫലം അനുഭവിക്കും. ഇത് പറഞ്ഞത് മരണവേളയിലാണ്. അടുത്തത് ثم كلا سوف تعلمون, തീർച്ചയായും ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. അത് ഖബറിലെ കഥയാണ്. ഖബറിലെ കഥയാണ്. ഭീകരരൂപികളായി മുൻകറും വനക്കീർ, തേറ്റപ്പല്ലുകളൊക്കെ ഉണ്ടാകുമെന്ന് ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാമല്ലോ. ഭീകരരൂപികളാണ്, മൂർച്ചയേറിയ പല്ലുകൾ.
മൂർച്ചയേറിയ ദണ്ട്, അവരുടെ ഒരു വടിയെക്കുറിച്ച് പറയുമ്പോൾ ആ വടി ഈ ലോകത്തെ ഏറ്റവും വലിയ പർവ്വതം എവറസ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയി വടിയൊന്ന് വെച്ചാൽ അതിങ്ങനെ പൊടിപൊടിയായി പോകും. ആ വടി കൊണ്ട് മനുഷ്യനെ ശക്തമായി അടിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഖബർ, ആ ഖബറിലെ അദാബിനെ കുറിച്ച് ഓർക്കണം. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. അല്ലേ, ഉറപ്പുള്ള അറിവ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പൊങ്ങച്ചെന്നടിക്കില്ലായിരുന്നു. ഉറപ്പുള്ള അറിവ് എന്താണ് യഖീൻ? അത് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. നീ ഇങ്ങനെ പൊങ്ങച്ചെന്നടിക്കണം എന്തിനാ? നിനക്കെന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. ഒന്നുമില്ലാന്ന് നീ തിരിച്ചറിയണ ഒരു അറിവ് നിനക്കുണ്ടായിരുന്നെങ്കിലോ. നിനക്ക് വീടുണ്ട്, എനിക്ക് വലിയ വീടുണ്ട്, നിന മോനെ നിനക്കൊന്നുമില്ല, നിനക്ക് അള്ള തന്നതാ, അള്ളാടെയാണത്. പടച്ചോൻ എവിടെയൊക്കെ നമ്മളോട് ദാനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, വമിമ്മ റസഖ്നാ. ഏയ്, നാം നൽകിയതിൽ നിന്ന് കൊടുക്ക്. നീ ഉണ്ടാക്കിയതൊന്നുമല്ല അത്, നിൻ്റെ അധ്വാനമല്ല സമ്പത്തിന് കാരണം. അള്ള തന്നത് മാത്രമാണ് അതിൻ്റെ കാരണം, വേറെ ഒന്നുമല്ല. അള്ളാഹു തന്നത് മാത്രം. അപ്പോൾ ഈ ഒരു ഉറപ്പുള്ള ഇൽമ് നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പൊങ്ങച്ചെന്നടിക്കൂലായിരുന്നു. അല്ലേ, ലതറവുന്നൽ ജഹീം, ജഹീം എന്ന നരകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഭീകരത നിറഞ്ഞ ജഹീം എന്ന നരകം. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, ഈ അദാബൊക്കെ നീ നേർക്കണ്ടുകൊണ്ട് അനുഭവിക്കും, നേർക്കാഴ്ച എന്നോണം അനുഭവിക്കും, നേരിട്ട് അനുഭവിക്കും. ثم لتسألن يومئذ عن النعيم, തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. അനി നഈം, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓരോന്നും. അല്ലേ, അള്ളാഹ് എന്തൊക്കെ അനുഗ്രഹം തന്നിട്ടുണ്ട്. നിൻ്റെ ശ്വാസം എങ്ങനെ നീ ചെലവഴിച്ചു, കൈകാലുകൾ, അവയവങ്ങൾ, കണ്ണ്, ഇതൊക്കെ നീ എന്തിലേക്ക് നോക്കി? അള്ളാഹ് ചോദിക്കും. ഓരോന്നിനും ഉത്തരം പറയാതെ പോകാൻ പറ്റൂല. നമ്മുടെ മക്കളെങ്ങനെ വളർത്തി? പ്രായപൂർത്തിയായ നിൻ്റെ പെൺകുട്ടി തലമറക്കാതെ പോകുന്നത് കണ്ടു. തലയിലൊരു തട്ടനിങ്ങനെ വെറുതെ ഇട്ടേക്കാം, മുടിയൊക്കെ പുറത്ത്. അത് കാണുമ്പോൾ മാഡം മോള് സുന്ദരിയായിട്ടുണ്ടെന്നാണോ നീ പറയണത്? പടച്ചോൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നിനക്ക് തന്ന നിഅമത്തായ നിൻ്റെ കുട്ടിയെക്കുറിച്ച് ചോദിക്കാതെ, ഉത്തരം പറയാതെ നിനക്ക് ആ പടി കടന്നങ്ങ് പോകാൻ പറ്റൂല. മനസ്സിലായോ? അവരുടെ കല്യാണം വരുന്നു, ആ കല്യാണം പേക്കൂത്താക്കി നീ മാറ്റിയിട്ടുണ്ടോ? ഉത്തരം പറയാതെ പോകാൻ പറ്റൂല. കാരണം ആ കുഞ്ഞിനെ നശിപ്പിച്ചത് മാതാപിതാക്കളും മാത്രമാണ്. ഇത് മെയിൻ കാരണമാണ്. മനസ്സിലായോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വീട് വാടകയ്ക്കാണെങ്കിലും അള്ളാഹ് കിടക്കാനൊരു സ്ഥലം തന്നില്ലേ? ഓരോ അനുഗ്രഹവും എങ്ങനെ ഒരു രൂപയെക്കുറിച്ചും കണക്ക് ബോധിപ്പിക്കാതെ പോകാൻ പറ്റൂല. ഇത്ര ബൃഹത്തായൊരു അത്ഭുത സൂറത്താണിത്. ഇത് മനസ്സിലാക്കി ഓതണം എന്നാണ്. സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ സുഖല്ലേ? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അല്ലാഹു സലാം സലാം സലാം, ഗ്രീറ്റിംഗ്സ്, വാ 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 വാ, പടച്ചോൻ്റെ ഭാഗത്തുനിന്ന് സലാം കിട്ടും. അതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ നുഴഞ്ഞു കയറാൻ നോക്കും, കള്ളന്മാർ പറയും, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. വംതാസ്, നിൽക്കടാ അവിടെ. മലക്കുകൾ പറയും, അയ്യുഹൽ മുജ്രിമൂൻ, തെമ്മാടികളെ നിൽക്ക്. ഒളിഞ്ഞു കയറാൻ നോക്കാണോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭീകരത നിറഞ്ഞ അന്തരീക്ഷം. പ്രതീക്ഷ അവൻ്റെ റഹ്മത്തിലാണ്. ആ റഹ്മത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബ, എന്നും നിങ്ങൾക്ക് 1000 ആയത്ത് ഓതാൻ പറ്റുമോ? നബി, എന്നും 1000 ആയത്ത് എങ്ങനെ ഓതും യാ റസൂലല്ലാഹ്? സിമ്പിളാടോ, ഒരു സൂറത്തു തക്കാസുർ ഓതിയാൽ മതി. അൽഹാക്കുമു തക്കാസുർ സൂറത്ത് ഒരു ദിവസം ഒരു തവണ ഓതിയാൽ 1000 ആയത്തുകൾ ഓതുന്ന പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് ഓദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ അർത്ഥമൊക്കെ മനസ്സിലേക്ക് വരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ റമദാനിലെ ചോദ്യോത്തരങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറയുന്ന, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെ നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് ഉംറക്ക് വിടും ഇൻഷാ അല്ലാഹ്. പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ടീമിനോടൊപ്പം, ഞാനും ചിലപ്പോൾ ഉണ്ടാവും, ഉറപ്പില്ല, ഇങ്ങനെ നമുക്കൊക്കെ ഒരുമിച്ച് പോകാം. അല്ലാഹു ഇതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വെറും ഒരു ഉംറയല്ല, വെറും നമ്മളിങ്ങനെ
കേവലം പ്രകടനപരത അല്ലെങ്കിൽ പോയൊരു ഉംറക്ക് പോയി വരിക അല്ലെങ്കിൽ ബാഹ്യമായ ഉംറയല്ല, നമ്മൾ ആന്തരികമായൊരു ഉംറയാണ് ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ചകളിൽ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളില്ലേ, അതിൽ പറയണത് പോലെ അള്ളാനെ കണ്ടുകൊണ്ടുള്ളൊരു ഉംറ. അള്ളാഹുവിന് തൗഫീഖായിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു ഉസ്താദ് വലിയൊരു സന്തോഷമായിപ്പോയി. അതിലേറ്റവും അർഹയായ അല്ലെങ്കിൽ അർഹനായ ആൾക്ക് അള്ളാഹു ഉംറ ചെയ്യാൻ നമ്മുടെ ഗ്രൂപ്പിലൂടെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തൗഫീഖ് അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മറ്റേ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തായിരുന്നോ? എല്ലാവരും ചെയ്തിട്ടില്ല, ഒന്ന് കയറി ചെയ്തേക്കെട്ടോ. അതിൽ വരുന്ന വീഡിയോസൊക്കെ കണ്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ലിങ്ക് ഉണ്ടല്ലോ. അള്ളാഹു അതൊക്കെ ഭംഗിയാക്കാൻ തൗഫീഖ് നൽകട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം നമുക്കറിയാം. അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. തുടക്കം അങ്ങനെ ആവട്ടെ. അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ എന്ന് പടച്ചോൻ ഖുർആനിൽ വിശേഷിപ്പിച്ച ഒരു നബിയുടെ കഥയുണ്ട്. ഏതാണ് ആ പ്രവാചകർ? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ്. മുത്ത് ഹബീബിൻ്റെ മദ്ഹുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലുക. ഈ സദസ്സ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കി അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് സന്തോഷിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മരണത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഖബറിലെ ഭയാനകതകളിൽ നിന്ന് കാക്കണേ അല്ലാ, കാവലേകണേ അല്ലാ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിച്ച് വിട പറയാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഈ സദസ്സിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഓരോരുത്തരുടെയും മുറാദുകളെ ഹാസുലാക്കണേ അല്ലാ. ഞങ്ങളുടെ കുട്ടികൾ പലവിധ എക്സാമുകൾ, പൊതുപരീക്ഷകൾ, അല്ലാത്ത പരീക്ഷകൾ എല്ലാം നീ വിജയത്തിലാക്കണേ അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പ്രദാനം ചെയ്യണേ അല്ലാ. പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഇണകളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതരാണ്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. മുത്ത് ഹബീബിനെ കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചോനെ, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. കടങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഇന്ന് ഖബറിലാണ്. എല്ലാവരെയും നിൻ്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.